ഹലോ ഓൾ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫാസിലാണ്. ഫാസിൽ IIT ഡൽഹിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷന് നാട്ടിലെത്തിയതാണ്. അപ്പം നമ്മുടെ 10th എക്സാൻ ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് IITയിലേക്ക് അഡ്മിഷൻ നേടിയ ആളാണ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ എക്സാൻ ബൈയുടെ ഈ ഒരു JEE ചാനലിൻ്റെ കമ്മ്യൂണിറ്റി മാനേജറായിട്ട് ആക്ച്വലി പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസിലിനോട് നമുക്ക് IIT ഡൽഹിയിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു സെമസ്റ്ററിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ IITയിൽ പോയാൽ ഇനി പോകാൻ പോകുന്ന കുട്ടികൾക്ക് അത് ഒരുപാട് ഇൻസ്പിറേഷൻ ആകുമെന്നറിയാം. അപ്പോൾ ഫാസിൽ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക, വീട് എവിടെയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഹലോ ആൾ, എൻ്റെ പേര് ഫാസിൽ. ഞാൻ പുളിക്കൽ കൊണ്ടോട്ടിയിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ IIT ഡൽഹി BTech ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ 10th എക്സാം അതിൻ്റെ കൂടെ ആയിരുന്നു. അന്നത്തെ 10th ഫൗണ്ടേഷൻ കോഴ്സൊക്കെ അത് കഴിഞ്ഞ് പിന്നെ +2ൻ്റെ കൂടെ JEE എഴുതി. പക്ഷേ വിചാരിച്ച അത്ര എക്സ്പെക്ട് ചെയ്ത അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ IITയിലോട്ട് എത്തി. അതാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞത്. ഏത് ബ്രാഞ്ചാണ്? ഞാൻ അപ്ലൈഡ് മെക്കാനിക്സ് ആണ്, എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷൻ മെക്കാനിക്സ്. അത് ഇപ്പോൾ ഇതൊരു പുതിയ ബ്രാഞ്ചാണ്. IIT ഡൽഹിയിൽ ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിലാണ്. അതൊരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മെക്കാനിക്കൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ബ്രാഞ്ച്. ഓക്കെ. അപ്പോൾ JEE അഡ്വാൻസ്ഡ് എക്സാമിൽ റാങ്ക് ആക്ച്വലി എത്രയായിരുന്നു? JEE അഡ്വാൻസിൽ 3341 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ വേറെയും IITs കിട്ടുമായിരുന്നു അല്ലേ? അപ്പം എന്താണ് IIT ഡൽഹിയിലേക്ക് പോകാനുള്ളൊരു താല്പര്യം? IIT ഡൽഹിയിലോട്ട് പോകണമെന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മെയിനായിട്ട് നമുക്ക് എന്താ പറയുക എക്സ്ട്രാ കരിക്കുലർ. ഇപ്പം എന്താ പറയുക ഈ എൻ്റർപ്രണർഷിപ്പ്. ഇപ്പോൾ നമ്മൾ IITs പറയുന്ന സമയത്ത് ഡൽഹി, ബോംബെ, മദ്രാസ് എന്നാണ് പറയുക മെയിനായിട്ടുള്ള IITs പറയുന്ന സമയത്ത്. അപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റാർട്ടപ്പിനോട് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. അതേപോലെ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസ്മെൻറ്റ് രീതിയിൽ അങ്ങനത്തെ എന്താ പറയുക ഹൈ പേയിങ് ജോബ്സിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പോകുന്ന സ്ഥലമാണ്. അതേപോലെ മദ്രാസ് ആണെങ്കിൽ അവർ റിസർച്ചിന് ഭയങ്കര പേര് കേട്ട സ്ഥലമാണ്. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് പറയാറുള്ളത്. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീൽഡിലോട്ട് പോകണം എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലോട്ട് ചൂസ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചും ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മെക്കാനിക്കൽ മിക്സ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണ്. സോ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് അത്. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിലോട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ ആദ്യത്തെ 4 months അല്ലേ, ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ്? നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച് നേരെ ഡൽഹിയിൽ പോയി ഒരു ക്യാമ്പസിൽ പോയി പഠിക്കാനുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ JEEക്ക് അറിയാലോ, ഒരു +2ൻ്റെ കൂടെ ഒരു 6 മാസം ഫുൾ ടൈം ഇരുന്ന് പഠിത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം പിന്നെ റിപ്പീറ്റ് ചെയ്ത്. അത് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു വർഷം ഫുൾ ടൈം ഇരുന്ന് പഠിത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് IITയിലോട്ട് എത്തി. ഇപ്പോൾ ഡൽഹി പോലെയുള്ള വലിയൊരു സിറ്റിയിലോട്ടൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു പെട്ടെന്നൊരു ഇത് വേറൊരു ലോകത്തെത്തിയ പോലെ ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടോ, അതേപോലെ ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ആയിട്ട് പഠിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് വരാനുണ്ട്, നല്ലൊരു ക്യാമ്പസിലേക്ക് എത്താൻ ഉണ്ട് എന്നല്ലേ? യെസ്. അപ്പോൾ അതിൽ ഇപ്പം IITയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ IITയിൽ അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയാണ്, ഡൽഹിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം ക്ലാസ് ഉണ്ട്, ഫ്രീ ടൈം ഉണ്ടാവാറുണ്ടോ? ഫസ്റ്റ് ഇയറിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ടാവും. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈംസ് കിട്ടും. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് അസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ സീനിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സപ്പോർട്ടീവാണ്. അതാണ് എനിക്കിപ്പോൾ IITയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കാരണം അവിടുത്തെ സീനിയേഴ്സ്, അവിടുത്തെ ഒരു കൾച്ചറാണ്. കാരണം അവിടുത്തെ സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബ്രദേഴ്സിൻ്റെ പോലെയുള്ള റിലേഷനായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നത്. പലപ്പോഴും നമ്മൾ പേടിക്കുന്ന പോലെ റാഗിങ് അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ പല കോളേജിലൊക്കെ പറയുമ്പോൾ ആദ്യം ചോദിക്കും IITയിൽ റാഗിങ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈവൻ ഞാൻ IIT മദ്രാസിൽ പഠിച്ച സമയത്തടക്കം റാഗിങ് എന്ന പേരിൽ കാര്യമായിട്ട് നടക്കുന്നത് വെച്ചാൽ സീനിയേഴ്സും ഈ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യലാണ്, ഇൻ്ററാക്ഷനാണ് കാര്യമായിട്ട് നടക്കാറുള്ളത്. അതല്ലാതെ തല്ലുകയും ഒരുപാട് പണിയെടുപ്പിക്കുകയും ആ രൂപത്തിലുള്ള റാഗിങ് ഒന്നും പൊതുവെ IITസിൽ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കാണാറില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ്, മറ്റ് പ്രോഗ്രാമുകൾ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ അതിന് ഏതെങ്കിലും പാർട്ടായിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ഞങ്ങൾക്കിപ്പോൾ റോൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഫെസ്റ്റ് കഴിഞ്ഞു. ലൈക്ക് കൾച്ചറൽ ഫെസ്റ്റ് ആണ് IIT ഡൽഹിയുടെ. അതെന്ന് പറഞ്ഞ സമയത്തായിരുന്നു, അത് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലായിരുന്നു. ലൈക്ക് ക്യാമ്പസ് മൊത്തം ഒരാഴ്ച 2 ആഴ്ച ഫുൾ മാറി. ലൈക്ക്
ഫുൾ കളർഫുള്ളായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വരിക, ഒരുപാട് എന്താ പറയുക ഷോസ് നടക്കുക, അങ്ങനെയൊക്കെ ഒരു ക്യാമ്പസ് മൊത്തം ഒരു ഡെക്കറേറ്റീവ് ഒരു വേറൊരു ഇതിലായിരുന്നു. ലൈക്ക് ക്യാമ്പസിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ടാവും. മാറി ഫുൾ വേറൊരു വൈബായിരുന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ആ സമയത്ത് നമുക്ക് ഫ്രഷേഴ്സിന് ഓരോ ഇതുണ്ടാവും, വളണ്ടിയേഴ്സായിട്ട് നമുക്ക് അസൈൻ ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പാർട്ടാവാം. മറ്റ് പല കോളേജിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരും. അപ്പം അതൊക്കെ നമ്മൾ നോക്കുക, അതിൻ്റെ ഒക്കെ ഒരു പാർട്ടാവാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും, ഒരു അവസ്ഥ. ഭയങ്കര എക്സ്പോഷർ ആണ് ശരിക്കും. ബാക്കി എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ടാവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ കാണാനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 കോടിയോളം ബഡ്ജറ്റിലൊക്കെയാണ് ഈ കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ നടക്കാറുള്ളത്. അത് ഫുള്ളി റൺ ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്, അല്ലാതെ അവിടുത്തെ പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ടീമിനെ ഏൽപ്പിക്കുന്നില്ല. ഏറ്റവും ടോപ്പിലുള്ള മാനേജ് ചെയ്യുന്ന ആളുകൾ മുതൽ ഏറ്റവും താഴെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയേഴ്സ് അടക്കം എന്താണ് കംപ്ലീറ്റ്ലി സ്റ്റുഡന്റ് റൺ ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ കൾച്ചറൽ ഫെസ്റ്റിവൽ. എല്ലാവർക്കും എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാവും. ലൈക്ക് ആരും കാണികളായിട്ട് മാത്രം അവിടെ ഉണ്ടാവില്ല. ലൈക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി അതിലുണ്ടാവും, ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ഇനി നമ്മൾ പഠനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ എക്സാമിനേഷൻ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടഫായിരുന്നോ? ടഫായിരുന്നു മീൻസ് ലൈക്ക് കുറച്ചൊരു ചലഞ്ചിങ് ആണ്. ബിക്കോസ് നമ്മൾ ജയ് ചെയ്ത് വരുന്ന ആളുകളാണ്. ബിക്കോസ് എല്ലാവരും നല്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. IIT ഡൽഹിയിലെത്തുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ജെയ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് വരുന്ന നല്ല സ്റ്റുഡൻസ് ആയിരിക്കും. അവിടെ നമ്മൾ കാണുന്ന എല്ലാവരും ലൈക്ക് നമ്മൾ IIT ക്യാമ്പസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാവരും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ കഴിവുകളുള്ള ആളുകളായിരിക്കും. അവരവരുടെ പ്ലേസിൽ നിന്ന് നല്ല റാങ്ക് കിട്ടി വരുന്ന ആളുകളായിരിക്കും. സോ എല്ലാവരും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. സോ അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതൊരു ചലഞ്ച്. ഇപ്പോൾ ജയ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചലഞ്ച് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു ജയ് എഴുതാൻ പോകുന്നത്. ലൈക്ക് അത്രയും കോമ്പറ്റീഷനുള്ള ഒരു എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. സോ അതേ ഒരു ചലഞ്ച് നമുക്ക് എന്ത് ചെയ്യും IIT ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT പോയി നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ വളരെ മെച്ചമാണ്. ലൈക്ക് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആവറേജ് സ്റ്റുഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു സംഭവമാണ്. നേരെ തിരിച്ചു ചോദിച്ചാൽ അതായത് ആവറേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി ടോപ്പ് സ്റ്റുഡന്റ് ആവുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ആവറേജ് സ്റ്റുഡന്റ് ആവുന്നത് പറയാൻ പറ്റും. ഇപ്പോൾ കൾച്ചറൽ ഫെസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വേറെയും ഒരുപാട് ആക്ടിവിറ്റീസിന്റെ പാരലി നടക്കുന്നുണ്ടാവും. സ്പോർട്സ് ആവാം മറ്റൊക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് നിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? സ്പോർട്സ് ഓർ അതർ ഫെസിലിറ്റീസ് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, മിട്ടൽ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ലൈക്ക് 2-3 ഫുട്ബോൾ ഗ്രൗണ്ട്സ് ഉണ്ട്. ലൈക്ക് ഒരേ സമയം 3-4 ടീമുകൾക്കൊക്കെ വലിയ 11 ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ ലൈക്ക് എല്ലാ ഞാനിപ്പോൾ അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിനും എന്തെങ്കിലും ഒരു ക്ലബ്ബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഈവൻ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ഇതിന് വരെ ഒരു ക്ലബ്ബ് ഉണ്ട്. അവർ എല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ച്, കാരണം നമ്മുടെ ആനിമി കാണുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഒരു ക്ലബ്ബ്, അവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ എന്തൊരു എക്സ്ട്രാ കരിക്കുലർ, നമ്മുടെ എന്തൊരു പാഷനാണെന്നുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണോ വലുതായിക്കോട്ടെ, പക്ഷെ അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിട്ട് ഒരു ക്ലബ്ബും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ഈവൺ ഈ ചെസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈവൺ നമ്മൾ കാർഡ് ഗെയിംസ് ആയിട്ടുള്ള ബ്രിഡ്ജിന് പോലും എനിക്ക് തോന്നുന്നു IIT മദ്രാസിലൊക്കെ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ബ്രിഡ്ജ് കളിക്കാൻ അതിൻ്റെ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഏരിയയിലും അത് നമ്മൾ അവിടെ പോയിട്ട് വെറും പഠനം മാത്രമല്ല ആക്ച്വലി. അപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്കൊരു രാവിലെ മുതൽ ഒരു ഉച്ച വരെയാണ് പലപ്പോഴും ക്ലാസ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് ഫ്രീ ടൈം കിട്ടാറുണ്ട്. സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈവൻ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വർഷം ഒരു 170 വർക്കിംഗ് ഡേയ്സ് ഒക്കെയാണ് ഉണ്ടാവുക. ബാക്കിയൊക്കെ പൊതുവെ വെക്കേഷനാണ് അല്ലേ? അപ്പം ഈ ഒരു വിന്റർ വെക്കേഷൻ എത്രത്തോളം ഉണ്ട്? വിന്റർ വെക്കേഷൻ ഏകദേശം ഒരു മാസത്തോളം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് വെക്കേഷൻസ് ഉണ്ട്. ലൈക്ക് 1 വീക്ക് 2 വീക്സ് വെക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സമ്മറിലും ഉണ്ടാവും തോന്നുന്നില്ല? സമ്മറിൽ 2 മാസം 2.5 മാസത്തോളം ഫുള്ള് ലീവ് ഉണ്ടാകും. ആ സമയത്തൊക്കെയാണ് പലപ്പോഴും സ്റ്റുഡൻസ് മറ്റ് കമ്പനികളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ കൂടെ പ്രൊജക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാ ആയിട്ടാണ് ഇനിയിപ്പോൾ പുതിയ സ്കില്ലിൽ കോഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ആക്ച്വലി ടൈം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ IITസിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടുത്തെ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ മലയാളികളുടെ കാര്യം, ഇപ്പോൾ നമുക്ക് IIT ഡൽഹി ഒരുപാട് ദൂരെയാണ്. അപ്പം ഇപ്പോൾ പോരായ്മ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ കാര്യങ്ങളുണ്ടോ? ഡ്രോബാക്ക് ആയിട്ട് മലയാളികൾ കുറവാണ്. പക്ഷേ ലൈക്ക് ഒരു 10 പേരെ ഉണ്ടാവുള്ളൂ മലയാളികൾ, ലൈക്ക് ഓരോ ബാച്ചിൽ. പിന്നെ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ട്, MTech PhD ഒക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓരോ ബ്രാഞ്ചിലാണോ അല്ലെങ്കിൽ ഓരോ മൊത്തത്തിലൊരു ബാച്ചിൽ? മൊത്തത്തിൽ ഫ്രഷേഴ്സ് ആയിട്ട് ഏകദേശം 10 പേരേ ഉള്ളൂ മലയാളികൾ. പക്ഷേ സീനിയേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ അവിടെ മലയാളികൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതേപോലെ ഈബ എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ലൈക്ക് നമുക്ക് അതൊരു കുറവായിട്ട് തോന്നൂല. ലൈക്ക് പിന്നെ BTech മാത്രമല്ല, ഇപ്പം MTechലും PhDയിലൊക്കെ കേരളത്തിൽ നിന്ന് ആളുകൾ ഉണ്ടാകും. അതിനൊരുപാട് പേരുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
ഒരുപാട് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാകും, പുതിയ ഗ്യാങ് ഉണ്ടാകും, അത് പല സ്റ്റേറ്റിലുള്ള കുട്ടികളുണ്ടാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് ആ ഒരു കുറവൊന്നും നമുക്ക് തോന്നാറില്ല, റൈറ്റ്? പിന്നെ ഡൈവേഴ്സിറ്റി ഉണ്ട്, ലൈക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് പറഞ്ഞാൽ രാജസ്ഥാനിലുള്ളവരാണ്. സോ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയുള്ള ഇപ്പോൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളികളായിട്ട് എപ്പോഴും മാത്രം ആണ് ഉണ്ടാവുക കൂടെ. അവിടെ കുറേ ഡൈവേഴ്സിറ്റി പല പല സ്റ്റേറ്റുകളിലുള്ള ഒരു എക്സ്പോഷറൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. യെസ്. അപ്പോൾ ഇതാണ് IIT ഡൽഹിയിലെ എക്സ്പീരിയൻസ്. ഇനി എന്നാ ക്ലാസ് കൊടുക്കുന്നതെന്നാ? ഇനി ഡിസംബർ 31 ഞങ്ങൾക്ക് ലീവ് കഴിയുക. അപ്പം നെക്സ്റ്റ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫാസിലൂടെ നമുക്ക് IIT ഡൽഹിയെക്കുറിച്ചും ബീയിങ് ആൻ IITian എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വെർത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി ത്രൂ ഔട്ട് ഈ ഒരു ചാനലിലും കൂടുതലായിട്ട് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇപ്പോൾ നാട്ടിലുണ്ട് ഫാസിൽ ഒരുപാട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സുകൾ എടുക്കാനും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് ഫാസിലിനോടും അല്ലെങ്കിൽ ഫാസിലിൻ്റെ ഈവൻ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആളുകളോടക്കം ചോദിക്കാൻ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്.